സ്ഥാപനമാണ് ഇത് നടക്കുന്നത്. അശ്വരനും ആലംബഹീനരുമായി വഴിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരും അതുപോലെ പരിരക്ഷിക്കാൻ ആരുമില്ലാത്തവരുമായ മാനസിക രോഗികൾക്ക് ആജീവനാന്ത സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണിത്. ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും സൗജന്യമായി താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. മാനസിക രോഗികളായി വീട്ടിലും നാട്ടിലും വഴിയിലുമൊക്കെ അഴിഞ്ഞു തിരിയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അപമാനമാണ്. സാംസ്കാരിക കേരളത്തിന് അതൊരു ശാപമാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ് മാനസികാരോഗ്യ കേന്ദ്രം. ഇവിടെ ഏകദേശം 50 ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും മാനസിക രോഗ പരിചരണത്തിൽ വേണ്ടതായ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളുടെയും മാനസിക രോഗ വിദഗ്ധന്മാരുടെയും ഒക്കെ നിരന്തരമായ സംസർഗവും വേണ്ടതായ പരിശോധനയും എല്ലാം ഇവിടെ ഉണ്ടാകും. ഇവിടെ അർഹരായിരിക്കുന്നവരെ കണ്ടെത്തി ശുശ്രൂഷ നടത്തുന്നതിന് അനേകം ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഉദാശ പൂർത്തിയായി 1 മാസത്തിനകം ഇതിൻ്റെ ഫർണിഷിംഗ് എല്ലാം കഴിഞ്ഞ് ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധ സഭയുടെ കണ്ടനാട് ഭദ്രാസനമാണ് നടത്തുന്നത്. ഭദ്രാസനത്തിൻ്റെ മാർപ്പകോമേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലയാണ് ഇത് നടത്തുന്നത്. സമൂഹത്തിൽ വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുന്ന പദ്ധതികളാണ് നമുക്ക് നടത്തി രൂപപ്പെട്ടിരിക്കുന്നത്. 1994 ആരംഭിച്ച മാർപ്പകോമേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി 96 പ്രതീക്ഷാഭവൻ ഉദാശയത്തോടുകൂടി ആരംഭിച്ചു. ഇന്ന് ഇത് 14ാമത്തെ ഒരു സ്ഥാപനമായിട്ടാണ് ഉദാശ ചെയ്യപ്പെടുന്നത്. മറ്റ് സ്ഥാപനങ്ങളെല്ലാം മന്ദബുദ്ധികളും വികലാംഗരമായിരിക്കുന്നവരും ടെർമിനൽ പേഷ്യൻസ് ആയിരിക്കുന്നവരും വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്ന രോഗികളും പ്രായമുള്ളവരും അശരണമായിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ എല്ലാം അവസാനമായിട്ട് നടത്തുന്നതാണിത്. ഇനി 1-2 പ്രോജക്റ്റുകൾ 3 പ്രോജക്റ്റുകളിൽ കൂടെ പദ്ധതിയിൽ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതും 2-3 വർഷത്തിനുള്ളിൽ ഇവിടെ ആവും എന്നുള്ള കാര്യം. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് പരിശുദ്ധ ബാബാതിരി മനസ്സുകൊണ്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കൂദാശകർമ്മം നിർവഹിക്കുന്നതിനും അതേ തുടർന്ന് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നതുമാണ്. കർത്താവേ, എൻ്റെ സമാധാനം ശാന്തി ഈ സ്ഥാപനത്തിൽ വർദ്ധിപ്പിച്ച് ഇതിലുള്ള സകലത്തെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ വരവ് ചെലവുകൾ നാമകത്തിനും നീരുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്നുള്ള സവനങ്ങളാലും അനുഗ്രഹങ്ങളാലും ഈ സ്ഥാപനത്തെ ഐശ്വര്യപ്പെടുത്തി ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകുമാറാകണമേ. ആയുഷ്കാലം മുഴുവനും രഹസ്യമായ കാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ തന്നെ പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഇവരുടെ വാങ്ങിപ്പോയർക്ക് ആശ്വാസമുള്ള ഓർമ്മ നൽകണമേ. മോഹൻ ബാലോ നാം
എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പീൻ എന്ന തിരുവായി വഴുന്നവനായ കർത്താവായ യേശുമിശിഹാ, നിനക്ക് സ്തുതി കർത്താവേ. നിന്റെ ശാന്തിയും സമാധാനവും ഐക്യവും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമാറാകണമേ. എല്ലാവിധമായ നാശങ്ങളിൽ നിന്നും ഇതിന്റെ വാതിൽ പടികൾക്ക് നീ മുദ്രയിടണമേ. എല്ലാവിധമായ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇതിൽ പാപങ്ങളെ കാത്തുകൊള്ളണമേ. ഇതിൽ വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളണമേ. എല്ലാവിധമായ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. ഈ സ്ഥാപനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരികെ വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പരേതർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ നിവസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നിലുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയവും കൊണ്ട് നിറയ്ക്കണമേ. ഈ സ്ഥാപനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലവും യൗമോ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തന്റെ ബഹുമാന്യതയുടെ അവന്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തണലിൽ വിശ്രമിച്ചു. പർദീസയിലെ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദരിദ്രനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വന്തം തന്റെ സിംഹാസനവും ഭൂമി പാതകളുമായിരുന്നവൻ ഒരു നിസാറിനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. മാലാഖമാർ പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവനായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന് തിരുമുമ്പാകെ വന്ദിക്കുകയും, കർത്താവേ, അവിടുത്തെ ദയാദൃഷ്ടിയെങ്കിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടുപോകരുതേ. അല്പം വെള്ളം എടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ച് അപ്പക്കഷണങ്ങളെടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസന്റെ അടുത്തുകൂടി കടന്നു പോകുവാനിടയായല്ലോ എന്നപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മഹനീയതയ്ക്ക് ഇത് പ്രിയകരമായി തോന്നുകയും ഉപേക്ഷിക്കുന്നതിനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനായ പ്രധാന വിളമ്പിക്കൊടുത്തത് വിസ്മയകരമാവിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറായെയും അവൻ്റെ സമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവെ, തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം മൂലം ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ എല്ലാ സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ സ്ഥാപനത്തിലും ഇതിൽ വസിക്കുന്ന മക്കൾക്ക് വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രയാചന തിരുസന്നിധിയിലെത്തുകയും ഈ സ്ഥാപനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിൽ വസിക്കുന്നവർ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികളിൽ മേയുകയും നിന്റെ കണ്ണാടികൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ മഹാകരുണയും പ്രകാരം ഞങ്ങളോട് കനിവ് തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിൻ നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഓശോ വകുല സുബാനുൽമീൻ പാർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള സുവിശേഷമായ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ ലോകത്തിന്റെ വേണ്ടിയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ വ്യവസ്ഥയിൽ നിന്ന്
പുരുഷാർത്ഥം അത് കഴിഞ്ഞില്ല. എന്നാൽ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാൻ മുമ്പേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അവിടെയായിരുന്നു യേശുവിനെ പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു തമ്പുരാൻ അവനെ കണ്ടിട്ട് അവനോട്, സക്കായി ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ടു രസപ്പെട്ട്, ഇവൻ ഭാവിയായ മനുഷ്യരുടെ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സക്കായിയോട് ശിവനോട്, കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരിൽ നിന്നെങ്കിലും ഞാൻ അവതരിച്ചിട്ടുള്ളത് പിന്നെ 4 വീതം തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ പ്രകാരം പറഞ്ഞു, ഇവരും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ വെടിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ദൈവാധിദൈവവും കർത്താവും വിശ്വാസപ്രദനെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവരുമായുള്ളവേ, ബലഹീനമായ ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന സ്വീകരിക്കണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇടയന്തുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ച് അവനെയും അവന്റെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിച്ച പ്രകാരവും സോദോമിനെയിൽ നിന്ന് ലോകത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്ത് അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും മിസ്രൈമിൽ വെച്ച് യോസേഫിനെ നീ സംരക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യവും അറിവുകളും വർദ്ധിപ്പിക്കുകയും അവോട് നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയും ഇസ്രായേൽ ജനത്തെ സമുദ്രത്തിൽ നിന്നും ഫറവോനിൽ നിന്നും സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും അവരവന്റെ പൂരം ധൂപവും ബിനഹാസന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപം മരണവും നിരോധിച്ചതുപോലെയും കരുണാപൂർണ്ണ നിർദ്ദേശോടതയുള്ളവനുമായ കർത്താവേ, നിന്റെ ദാസൻ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരിൽ നിന്നും കോപത്തിന്റെ വടികളും കഠിനമായ ശിക്ഷകളും വിവിധ രോഗങ്ങളും വ്യാധികളും അപകടങ്ങളും കൃപയോട് നിരോധിക്കണമേ. ആയുധതേ മാതാവായ പരിശുദ്ധ കന്യോറിയാം അമ്മയുടെയും പരിശുദ്ധന്മാരായ മാർസോമാശ്രീകാരുടെയും ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധ പ്രാർത്ഥനകളാൽ ഞങ്ങൾ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. അമ്മേ. ഈ സ്ഥാപന ശുദ്ധീകരണത്തിനുള്ള കളിപ്പായി തീരുമാനങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ ജലം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥാപനം ഉത്തരവിട്ടപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ ഉത്തരവിട്ടപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ.
ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, യോഗാധ്യക്ഷൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി, ഇടുക്കി ഭദ്രാസനാധിപൻ അഭിനന്ദ മാത്യൂസ് മാർ തേവദോസിയോസ് തിരുമേനി, കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാന തിലകക്കുറിയായി വടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം കൂടി ഇന്ന് സമാരംഭിക്കുകയാണ്. ജനക്ഷേമ പരിപാടിയുമായി ഈ ഭദ്രാസനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദനായ സേവേറിയോസ് തിരുമേനിയുടെ പ്രവർത്തനത്തിലെ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കത്തക്കവണ്ണം വളരെ മനോഹരകരമായ രീതിയിൽ ഒരു സ്ഥാപനം കൂടി ഇന്ന് പ്രവർത്തന സജ്ജമാകത്തക്കവണ്ണം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നിർവഹിക്കുന്നതിൻ്റെ ഒരു പടി കൂടിയാണ് ഇന്നത്തെ ഈ സ്ഥാപനം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മലങ്കര സഭ ഈ ഭാരത മണ്ണിൽ ഭാരതത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടും ഭാരതീയരായ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ കരുതിക്കൊണ്ടും അവരുടെ ക്ഷേമത്തിനായി ജാതിമത ഭേദമെന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ പങ്കാളിയായിക്കൊണ്ട് വടനാട് വെസ്റ്റ് ഭദ്രാസനവും ദൗത്യബോധത്തോടുകൂടി അതിനെ മുൻനിർത്തി പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി അതിനെ ഓർക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം ഇന്ന് പണി പൂർത്തീകരിച്ച് കൂദാശ പരിശുദ്ധ കാതോലിക്ക ബാവായുടെ തൃക്കരങ്ങളാൽ നിർവഹിച്ച് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 25 വർഷം മുമ്പ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞതായ മലങ്കര സഭയുടെ നിറസാന്നിധ്യമായിരുന്ന വടനാട് ഭദ്രാസനാധിപനായിരുന്ന അഭിനന്ദ ജോസഫ് മാർ ബക്കോമിയോസ് തിരുമേനിയുടെ ചരമരജത ജൂബിലി സ്മാരകമായിട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് എന്നുള്ളതിൽ വളരെയേറെ അഭിമാനമുണ്ട്. ഈ സ്ഥാപന മുഖാന്തരം സമൂഹത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് ആശ്വാസം നൽകുകത്തക്കവണ്ണം നമ്മളാവുന്നതായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അഭിനന്ദനായ സേവേറിയോസ് തിരുമേനിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഫലവത്തായ രീതിയിൽ പ്രവർത്തനസജ്ജമായി അനേകർക്ക് പ്രയോജനീഭവിക്കുന്നു. 14ാമത്തെ ഒരു പ്രോജക്റ്റായി ഇന്നും ഇത് പ്രവർത്തന സജ്ജമാകുമ്പോൾ മലങ്കര സഭയ്ക്ക് ഏറെ അഭിമാനത്തിന് വകയുണ്ട്. വടനാട് വെസ്റ്റ് ഭദ്രാസനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി ഈ ദൃശ്യമായിരുന്ന കാര്യങ്ങളെ ഓർക്കുവാനും പറയുവാനും സാധിക്കുന്നു എന്നുള്ളത് ഈ ഭദ്രാസനത്തിൻ്റെ ഇടയനായിരിക്കുന്നതായ സേവേറിയോസ് തിരുമേനിയുടെ പ്രവർത്തനം മൂലവുമാണ് എന്ന് എടുത്തു പറയാതെ തന്നെയും ഏവർക്കും അറിയാം. എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിവന്യ മാത്യൂസ് മാർ തേവദോസിയോസ് തിരുമേനി, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ജോസഫ് മാർ ബക്കോമിയോസ് മെത്രാപ്പൊലീത്ത, അദ്ദേഹം 76-ൽ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വന്ന് കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഒരു കാതോലിക്കേറ്റ് സെൻറ്റർ സ്ഥാപിക്കുവാനായി വാങ്ങിച്ച സ്ഥലത്താണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്. 1978-ൽ അദ്ദേഹം 42 സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങിച്ചു. ഇവിടെ ഒരു
കെട്ടിടം പണിയണമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ അടുത്തുള്ളതായ HNലെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രദേശത്തൊരു പ്രാർത്ഥന യോഗ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പക്കോമേസ് തിരുമേനി ഒരു സ്ഥാപനം പണിയുന്നതിന് 1990 ഇവിടെ അതിനൊരു തറക്കല്ലിട്ടു. എന്നാൽ ആ സ്ഥാപനം പണിതുയർത്തുവാനായിട്ട് തിരുമേനിക്ക് സാധിച്ചില്ല. 91 ഓഗസ്റ്റ് 19 തിരുമേനി കാലം ചെയ്തു. അതിനുശേഷം ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ പരിശുദ്ധ സുനോദോസ് എന്നെ ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഈ സ്ഥാപനം 1995 ഇവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്കുള്ള ഒരു പ്രാർത്ഥനാ ഹാൾ എന്ന രീതിയിൽ പടുത്തുയർത്തി. അത് ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി അത് കൂദാശ ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഭദ്രാസനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഓരോരോ സാമൂഹിക പ്രവർത്തനങ്ങൾ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ മാർ പക്കോമേസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുവാനിടയായത്. 1995 മുതൽ ഈ കെട്ടിടത്തിൽ പ്രാർത്ഥനായോഗങ്ങൾ എല്ലാ ബുധനാഴ്ചകളിലും നടത്തി വന്നിരുന്നു. അതിനു മുമ്പ് HNL ക്വാർട്ടേഴ്സിലായിരുന്നു അത് നടത്തിയിരുന്നത്. അതിനുശേഷം ഇവിടെ സൺഡേ സ്കൂൾ തുടങ്ങി 8 വർഷത്തോളം ഇവിടെ സൺഡേ സ്കൂൾ അഭ്യസനം നടന്നു പ്രത്യേകമായിട്ട്. അതിനുശേഷം പെരുവ കാതോലിക്ക സെൻറ്ററിലേക്ക് ആ സൺഡേ സ്കൂളിൻ്റെ മുഴുവനായ മാറ്റം നടത്തി. അതുപോലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വർക്കേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളുടെ കൂട്ടിക്കൊണ്ടായി ഇവിടെ യൂണിറ്റ് ആരംഭിച്ച് പ്രവർത്തനവും നടത്തി. ഇത്രയും അതിന് മുൻ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ 2-3 വ്യക്തികളെ സ്മരിക്കുന്നത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഒന്നാമത് ഈ സ്ഥാപനം തിരുമേനിയുടെ കല്ലിട്ട് പണിത, അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കി. അതിനുശേഷം ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പൂർണ്ണസമയം രാവിലെ മുതൽ വൈകുന്നവരെ ഇവിടെ ചെലവഴിച്ചിരുന്ന, നമുക്ക് ഏറ്റവും പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ചുറ്റുപാടുമുള്ള സ്കറിയ ചേട്ടൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇതിൻ്റെ ചുമതലയിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാളാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനായോഗങ്ങൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഏലിയാസിനെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ദിവംഗതനായത്. അതുപോലെ ഈ പ്രാർത്ഥനായോഗങ്ങൾ നടത്തുന്നതിന് ബഹുമാനപ്പെട്ട പോത്താറ കുറിയാക്കോസ് കോർപ്പീസ്കോപ്പ അച്ഛനാണ് നേതൃത്വം നൽകിയത്. അച്ഛൻ്റെ കൂടെ ഇവിടെ വന്ന് പ്രവർത്തിച്ച് ദിവസേന ആ പ്രാർത്ഥനയോഗങ്ങൾ നടത്തുമ്പോഴൊക്കെ അത് സഹകരിച്ച പെരുമ്പടവത്ത് മാത്യു വിട്ടൻ സാറിനെയും ഈ സമയത്ത് സ്മരിക്കുന്നു. അവരെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചവരാണ്. സഭയുടെ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ആത്മീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം ഇത് കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴാണ് ഭദ്രാസനത്തിന് ഇത് കുറേകൂടെ പ്രയോജനകരമായ രീതിയിൽ ഈ സ്ഥലം ഉപയോഗിക്കുവാൻ നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് 2007 ഡിസംബർ 27 ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാ തിരുമേനി അന്ന് നിയുക്ത കാതോലിക്കായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ പ്രസന്നം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കൂദാശ ചെയ്തതിന് സ്ഥാപനത്തിന് തറക്കല്ലിട്ടു. അതിനുശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറയുന്നതിന് കാരണം ഇതിനിടയ്ക്ക് 2-3 സ്ഥാപനങ്ങൾ അവിടെ ഇവിടങ്ങളായിട്ട് നമുക്കുണ്ടായി. അതിനുള്ളതായ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വളരെയധികം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച്
കോലഞ്ചേരിയിലുള്ള പ്രസാദം സെൻറ്റർ വളരെ ദീർഘകാലത്തെ പണിയും അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതയുണ്ടായതായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തിരിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പണി പിന്നീട് തറക്കല്ലിട്ടെങ്കിലും കുറേയേറെ കാലം കഴിഞ്ഞു പോയത്. ഇപ്പോൾ അത് തറക്കല്ലിട്ട നിയുക്തകാതുലിക്കായി തറക്കല്ലിട്ട പരിശുദ്ധ ബാവാതിരുമേനി തന്നെ ഇപ്പോൾ അത് ഇന്ന് കൂദാശ ചെയ്ത് പക്കോമേശ്വരിമേനിയുടെ ഓർമ്മ ദിവസം പക്കോമേശ്വരിമേനിയുടെ ചരമ രജത ജൂബിലി സ്മാരകമായി സമർപ്പിക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് ഒരു ദൈവനിയോഗമാണ്. കാരണം പക്കോമേശ്വരിമേനിയുടെ വൈദികനായി എറണാകുളം സെൻറ് മേരീസ് പള്ളിയിൽ സേവനമനുഷ്ഠിച്ചതാണ് പരിശുദ്ധ ബാവാതിരുമേനി. അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇന്ന് ഇത് കൂദാശ ചെയ്ത് തിരുമേനിയുടെ ഓർമ്മയായി സമർപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ദൈവനിയോഗമായി ഞങ്ങൾ കണക്കാക്കുന്നു. അതിൽ ഏറെയധികം സന്തോഷിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. മറ്റ് വിശദമായ കാര്യങ്ങളോ മറ്റു കാര്യങ്ങൾ ഇനിയൊരു സമയത്ത് അല്ലെങ്കിൽ ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധ ബാവാതിരുമേനിക്ക് അത്യാവശ്യമായിട്ട് കോട്ടയത്ത് ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിക്കുന്നില്ല. ഈ ഭദ്രാസനത്തിലെ വൈദികരും ചുറ്റുപാടുമുള്ള ആൾക്കാരുടെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും സർവോന്മുഖമായിരിക്കുന്ന എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ സ്ഥാപനം ഇന്നിവിടെ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. എല്ലാവരോടും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഭദ്രാസനത്തിൻ്റെയും ഈ സൊസൈറ്റിയുടെയും ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള രീതിയിലെല്ലാം നന്ദിയും സ്നേഹവും എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാ കൈത്താങ്ങൾക്കും ദൈവം തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരും അല്പമായി അധികമായും ചെയ്തിട്ടുള്ള എല്ലാത്തിനും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അഭിവൃദ്ധിയോടുകൂടി കൂടുതൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങൾക്കും ആ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഇത്രയും സമയം വന്ന് ഇരിക്കുവാൻ സമയം കണ്ടെത്തി നമ്മുടെ പ്രോഗ്രാം ഒരു കാരണവശാലും ഇഷ്ടപ്പെടാതെ ബാവാതിരുമേനിയിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളതിൽ പ്രത്യേകമായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെളിവു നിറഞ്ഞോരീശു നിൻ വെളിവാൽ കാണുന്നു വെളിവിയടിയാരഖില ധാരമതാ വെളിവും നീ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിവെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനി, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ തേവോദോസിയോസ് തിരുമേനി, അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികളടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരങ്ങളെ, ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം ചെയ്യാൻ ഞാനിവിടെ സമയം എടുക്കുന്നില്ല. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മുഖച്ഛായ 25 വർഷം കൊണ്ട് എത്രമാത്രം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിനു മുൻപ് ഉണ്ടായിരുന്ന കണ്ടനാട് ഭദ്രാസനത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് ആ മാറ്റം അളക്കുവാൻ ഒരു ഉപകരണവും മതിയാകുകയില്ല എന്നാണ് എൻ്റെ വിചാരം. കാലം ചെയ്ത പക്കോമിയോസ് തിരുമേനിയോടൊപ്പം കുറേ നാൾ താമസിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സഭയുടെ രൂക്ഷമായ പ്രതിസന്ധികൾ നടന്ന് അതിങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ ഓരോരുത്തരും ജീവിക്കാൻ പോലും ഭയപ്പെട്ട് ഇരുന്നൊരു കാലമുണ്ടായിരുന്നു. നാം ആരും ഒരു ആർക്കെങ്കിലും ഒരു നേരിയ ദോഷം
പ്രവർത്തിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഭദ്രാസനത്തിൻ്റെ മുഖച്ഛായ പൂർണ്ണമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ പ്രതിസന്ധികളുടെ ഇടയിൽ തിരുമേനി ആവിഷ്കരിക്കുകയും ഇച്ഛാശക്തിയോടെ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കണ്ടനാട് ഭദ്രാസനത്തിന് മാത്രമല്ല, മലങ്കര സഭയ്ക്ക് മുഴുവനും അഭിമാനമാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ സേവേറിയോസ് തിരുമേനി ആയിരുന്നില്ലെങ്കിൽ ഇവിടെ ഇത്രയും കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റൊരാൾ അതിന് നേതൃത്വം കൊടുക്കുമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒന്നോടൊന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി തിരുമേനി അത് നടപ്പിൽ വരുത്തുകയാണ്. അത് തിരുമേനിയുടെ ദൈവാശ്രയവും ഇച്ഛാശക്തിയും അതുപോലെ നിർഭയമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് ക്രൈസ്തവ ദർശനത്തിൽ അതിൻ്റെ വില മതിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അത് വിലയിരുത്തുവാൻ തക്കവണ്ണം ആർക്കും കഴിയുകയില്ല എന്ന ഉപദേശമാണ് ക്രിസ്തുനാഥൻ നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് ചെയ്യുന്നത്, ഒത്തിരി പേർക്ക് ചെയ്യുന്നതല്ല, ഒരാൾക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയോ അനവധി പേർക്ക്, വ്യത്യസ്ത തലത്തിലുള്ളവർക്ക്, അത് ഏതെങ്കിലും ഒരു മതമോ ഏതെങ്കിലും ഒരു വർഗമോ ജാതിയോ എന്നൊന്നും അന്വേഷിക്കാതെ അത് ചെയ്യുകയാണ്. അത് ചെയ്യുന്നു എന്നുള്ളത് ഒരു തിരുമേനി ഇതൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു വലിയ ഒരു പ്രേരണാശക്തി, അതൊരു ദൈവികമായ പ്രേരണാശക്തി തിരുമേനിയിലുള്ളത് കൊണ്ടാണ് ഇത്രയും ചെയ്യാൻ ധൈര്യം വരുന്നത്. അല്ലെങ്കിൽ ധൈര്യം വരില്ല. നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കാൻ എളുപ്പമാണ്, ചെയ്യുന്നതിന് അതത്ര എളുപ്പവുമല്ല. അഭിവന്യ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ നാമം ഈ സഭ നിലനിൽക്കുന്നിടത്തോളം കാലം അത് ശാശ്വതീകരിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളാണ് ഇത് തിരുമേനി ചെയ്യുന്നത്. അത് അല്ലാതെ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ തിരുമേനിയുടെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ ആരും തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ ഇതാരെങ്ങനെ തുടങ്ങി എന്നുള്ളൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിയണമെന്നില്ല. എന്നാൽ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ പേര് അവിടെയൊക്കെ തിരിച്ചറിയുകയും ചെയ്യും. കാരണം ഇത് ആ തിരുമേനിയുടെ പേരിൽ ആരംഭിച്ച ഒരു സൊസൈറ്റി, ജോസഫ് മാർ പക്കോമിയോസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ വിചാരം. എങ്കിൽ ആ പേര് ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലവും, സഭ നിലനിൽക്കുന്നിടത്തോളം കാലവും തിളങ്ങി ശോഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി വരുന്ന ഒരു പിതാവ് വേണം, സേവേറിയോസ് തിരുമേനിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. എന്നാൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, സഭ മുഴുവനും അറിയാം ഇപ്പോഴും. പക്ഷേ ഇതൊക്കെ ഒരു 25-50 കൊല്ലത്തിൻ്റെ കാലാവധി മാത്രമേ ഈ അറിയപ്പെടുന്നതിനുണ്ടായിരിക്കുകയുള്ളൂ എന്നും നമുക്കറിയാം. അപ്പോൾ അന്ന് ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി പ്രത്യേകിച്ച് ഈ വടക്കൻ ഭാഗത്ത് അന്ന് എന്തെല്ലാം പ്രതിസന്ധികളാണ്. തിരുമേനി ഇങ്ങനെ വാവിട്ട് കുട്ടികളെ പോലെ കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടത്തോട്ടും പുറത്തു പോകാൻ നിവൃത്തിയില്ല.
എല്ലാ തരത്തിലുള്ള പിന്നെ പരിഹാസങ്ങൾ, നിന്ദകൾ, മറ്റ് വിധത്തിലുള്ള പീഡനങ്ങൾ ഒക്കെ അനുഭവിക്കുകയാണ്. തിരുമേനിയൊക്കെ പലപ്പോഴും ഭയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തിരുമേനിയുടെ നാമം ശാശ്വതീകരിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പ്രധാന നേട്ടമാണ്. രണ്ടാമത്, ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്കല്ല, ഓർത്തഡോക്സ് സഭയിലുള്ളവർക്ക് അല്ല, എല്ലാവർക്കുമാണ്. അപ്പോൾ മനുഷ്യരാശിയെ മുഴുവനും സഹായിക്കുവാൻ, എല്ലാവർക്കും പ്രയോജനം ലഭിക്കുവാൻ ഉള്ള പദ്ധതികളാണ് തിരുമേനി ആവിഷ്കരിക്കുന്നത്. തിരുമേനി എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛന്മാരെ ഒരിക്കലും മറന്നുകൂടാ. കാരണം തിരുമേനി ഈ അച്ഛന്മാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നോടൊപ്പം നിർത്തിയാണ് ഇതൊക്കെ പൂർത്തീകരിക്കുന്നത്. തിരുമേനിക്ക് 2 കൈയേ ഉള്ളൂ, എനിക്കും 2 കൈയേ ഉള്ളൂ, നിങ്ങൾക്ക് അച്ഛന്മാർക്കും 2 കൈയും 2 കാലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഭദ്രാസനത്തിലെ അൽമായ സഹോദരങ്ങളുടെ പങ്കാളിത്തവും ചെറുതൊന്നുമല്ല. കാരണം വടക്കോട്ട് വരുംതോറും വരണ്ട ഭദ്രാസനം എന്നാണ് എല്ലാ ഭദ്രാസനങ്ങളെയും പൊതുവെ സഭയിൽ നാമകരണം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, നാമകരണം ചെയ്യാനായിട്ട് പലരും ഇഷ്ടപ്പെടുന്നത്. അത് വറ്റി വരണ്ട ഒരു തരിശു ഭൂമിയാണ് എന്നൊരു വികാരമാണ് എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾക്കറിയാമോ, ഞാനിങ്ങനൊരു കമൻറ്റ് പറയുന്നു, തെക്കൻ പ്രദേശത്തെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വൈദികനാകാൻ എളുപ്പമുള്ള മാർഗം എന്താണെന്നറിയാമോ? വടക്കുള്ള ഒരു തിരുമേനിയുടെ അടുത്ത് എന്ന് ഒരു ശുപാർശ സെമിനാരിലേക്ക് കിട്ടിയാൽ മതി. ഷുവറാണ്, അത് കിട്ടിയാൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ ആ കുട്ടി എത്ര നാൾ ഇവിടെ വൈദികനായിട്ട് സേവനം ചെയ്യുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. ചിലപ്പോൾ ഒത്തങ്ങി വെക്കും, ചിലപ്പോൾ ഒക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിലൂടെ പിന്നെ വൈദികനാകാൻ എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ ഒരു വരണ്ട ഭദ്രാസനം എന്നാണ് പൊതുവിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നമ്മൾ വരണ്ട ഭദ്രാസനമല്ല, അത് വെറുതെ ആർക്കെങ്കിലും തോന്നുന്ന വികാരമാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ രീതികളും ഇവിടുത്തെ ആളുകളുടെ ഉജ്ജ്വലമായ തളരാത്ത ആവേശവും ശക്തിയും ഒക്കെ ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും വിഷമിക്കേണ്ട. ദൈവവും കൂടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA മോൻസി ജോസഫ് കടന്നു വരുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനോടും കൂടെ മല്ലടിച്ചാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്ത് പൂർത്തീകരിക്കുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം, സഭയുള്ള എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മാത്രം ചോദിക്കുന്നവരെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ ഒക്കുന്നു എന്ന് പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും ചോദിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല. മാനസിക ആരോഗ്യ രഹിത വ്യക്തികൾക്കാണ് ഇവിടെ സംരക്ഷണം കൊടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു ദൈവീകതയുടെ ഒരു ഭാഗമാണ്. ഈ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അത് അഭിമാനകരമാണ്. മലങ്കര സഭയ്ക്ക് അതിനേക്കാൾ കൂടുതൽ അഭിമാനമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, പലപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്ത പലയിടത്തും ഞാൻ പങ്കുവച്ചിട്ടുണ്ട്, കാര്യം നടന്നിട്ടില്ല. മലങ്കര സഭ ഒരു വർഷം എത്ര കോടി രൂപ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവിടുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയുവാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. എല്ലാ ഭദ്രാസനങ്ങളും എല്ലാ ഇടവകകളും എല്ലാ സംഘടനകളും എല്ലാ പ്രസ്ഥാനങ്ങളും അവരവരുടെ തലത്തിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒന്ന് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു വർഷത്തിൽ അവർ ചെലവിടുന്ന ഈ ചെലവിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഒരു
100 പേജോ 200 പേജോ ഉള്ള ഒരു പുസ്തകത്തിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനൊത്താൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ കോടാനുകോടി തുക ഈ വിഷയത്തിൽ ചെലവഴിക്കുന്നൊരു സഭയാണ്. ഇതിൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയാത്തത്, ഇതെല്ലാം ഓരോ ഭദ്രാസനം, ഓരോ ഇടവക, ഓരോ സംഘടന എന്ന് പറഞ്ഞ് വരമ്പ് തിരിക്കുന്നത് കൊണ്ടാണ്. മലങ്കര സഭയ്ക്ക് ഒരു റൂഫ്, മേൽക്കൂര മാത്രമേ ഉള്ളൂ. ആ മേൽക്കൂരയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത് ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഇപ്പം കണ്ടനാട് വരുമ്പോൾ ഞാൻ ഇത് പറയും, വേറൊരാൾ നിരണത്തിൽ ചെല്ലുമ്പോൾ അവിടെ പറയും, അല്ലെങ്കിൽ മറ്റൊരു ഭദ്രാസനത്തിൽ ചെല്ലുമ്പോൾ അത് പറയും. പക്ഷെ അതല്ല, ഇതെല്ലാം കൂടെ മലങ്കര സഭയുടെ ഒരു വലിയ മൊത്തത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധികൾ കൂടുകയും സാമ്പത്തികമായി പണം സ്വരൂപിക്കാൻ ബുദ്ധിമുട്ടുകൾ ധാരാളമുള്ള ഒരിടത്ത് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയും തഴച്ചു വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭദ്രാസനത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ട്, പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് വേർഡ്, ട്രാൻസ്പെയറൻ്റ് ആയിട്ട് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇതൊക്കെ വളരെ കൃത്യമാണ്. ചിട്ടയായി ക്രമമായി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഏറ്റവും വേഗത്തിൽ കോട്ടയത്ത് എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ പരുമലയുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അതിങ്ങനെ തിരമാലകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മച്ചുവ പോലെ മുന്നോട്ട് പോവുകയാണ്. കരയ്ക്കടുക്കും, സംശയമൊന്നുമില്ല. കരയ്ക്ക് എത്തിക്കാനുള്ള ബന്ധപ്പാടിലാണ് തിരുമേനിയും സുന്നകദോസും അതിനോട് ബന്ധപ്പെട്ടവരെല്ലാവരും. അതിൻ്റെ ആഴം നല്ലതുപോലെ അറിയാം. ഇതെല്ലാം മലങ്കര സഭയുടെ പരസ്പര പൂരക കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. ദൈവം ഈ ഭദ്രാസനത്തെയും ഈ കാലം ചെയ്ത ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ നാമം ശാശ്വതീകരിക്കപ്പെടത്തക്കവണ്ണം ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനത്തെയും ഈ സ്ഥാപനത്തെയും ഇതിനോട് ബന്ധപ്പെടുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മെറിറ്റ് അവാർഡ് ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് 2 പേർക്ക് നൽകുകയാണ്. ഒന്ന് ഡോണ റെജി മാമ്പിളയിൽ വീട്, പാമ്പാക്കുട വലിയവള്ളി. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. സഭയുടെ മെറിറ്റ് ഈവനിങ് അവാർഡിന് അർഹയായി. അതുപോലെ സൺഡേ സ്കൂൾ 7ാം ക്ലാസ് പരീക്ഷയിൽ അഖില മലങ്കര തലത്തിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായി A+ കരസ്ഥമാക്കി ക്രിസ്ത്യൻ വർഗീസ്. കിഴുമുറി സെൻറ് ജോർജ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ്റെ മകനും കൂടിയാണ്. ആയിട്ട് ചികിത്സ സഹായ വിതരണമാണ് ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നത്. പേർക്ക് 25,000 രൂപ വീതമുള്ള ചികിത്സാ സഹായമാണ് നൽകിയിരിക്കുന്നത്. അഭിമന്യ പക്കോമിയോസ് തിരുമേനിയുടെ ഓർമ്മ ദൈവസ്ഥന് നിലനിൽക്കുവാൻ തക്കവണ്ണം ഈ ഒരു ദൗത്യം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഈ സ്ഥാപനം ഇത്തരത്തിൽ ആക്കിയതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച അനവധി ആളുകളുണ്ട്. അവർക്കുള്ള ഉപഹാരങ്ങൾ ഇപ്പോൾ അഭിമന്യ സെവേറിയസ് തിരുമനസ്സുകൊണ്ട് നൽകുകയാണ്. ഈ സ്ഥാപനം പണിയുന്നതിന്
ഇവിടെ സഹകരിച്ച വർക്കേഴ്സിന് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ അവർക്ക് സമ്മാനം കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ണനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ 4ാമത് സ്ഥാപനമാണ് പ്രത്യാശ, പ്രശാന്തി, പ്രസാദം, അതിനുശേഷം പ്രസന്നം. 4ാമത്തെ സ്ഥാപനമാണ് മറിയാമ്മ ഫിലിപ്പ് ഇത് സൈൻ ചെയ്ത് നമുക്ക് നൽകിയത്. മറിയാമ്മയും റെജിയും ഭർത്താവും ഇവിടെ രണ്ടുപേരും സന്നിഹിതരായതും രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ എല്ലാവർക്കും കാണാം. മാത്രമല്ല അടുത്തതായിട്ട് പണിയാൻ പോകുന്ന പ്രശാന്തം എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെയും ഓൾറെഡി ഡിസൈൻ ചെയ്തു. അതിനുശേഷം പോത്താനിക്കാട് ഞങ്ങൾ നടത്താൻ പോകുന്നതായ സീനിയർ സിറ്റിസൺ വില്ലേജിൻ്റെ പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. റിയാമയ്ക്കും ഫിലിപ്പിനുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സമയത്ത് ഒരു ഉപഹാരം പരിശുദ്ധ ബാവാതിരുമേനി നൽകുന്നതാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സ്ഥാപനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അതിൻ്റെ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇതുപോലെ ഒരു സ്ഥാപനം ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. ഞാൻ വിദേശത്ത് പോയപ്പോഴൊക്കെ ഇത് എങ്ങനെയായി എന്ന് അന്വേഷിക്കുമ്പോൾ ഇത് അന്വേഷിക്കാൻ ഒരാളേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട മാന്താനത്തിൽ തോമസാണ്. മാന്താനത്തിൽ തോമസിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആരും ഇല്ല. അദ്ദേഹത്തിൻ്റെ വളരെ അധികം യാതൊരു പ്രതിഫലേച്ഛയില്ലാതെ സ്വന്തം വണ്ടി ഉപയോഗിച്ച് എല്ലായിടത്തും പോവുകയും അതിനൊരിക്കൽ പോലും ഒരു ലിറ്റർ പെട്രോളിൻ്റെ പോലും വില വാങ്ങിക്കുകയും ചെയ്യാതെ നിസ്വാർത്ഥമായി സ്ഥാപനത്തിൽ പണിതു. എപ്പോഴും ചോദിക്കും എന്തുവായി. ഇന്ന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇനി ഇതിൽ കൂടുതലായിട്ട് നന്നാകാനൊന്നുമില്ല. അത്രയും മനോഹരമായിട്ടിത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത ബഹുമാനപ്പെട്ട മാന്താന തോമസിന് ഈ ഭദ്രാസനത്തിൻ്റെ വകയായുള്ള ഉപഹാരം നൽകും. അടുത്തയുടെ MLA ബഹുമാനപ്പെട്ട മോനസ് ജോസഫ് അവരുകളെ ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ അഭിവന്യ ജോസഫ് മാർ പക്കാമിയോസ് ചരമര ജൂബിലി സ്മാരക മന്ദിരം എന്ന നിലയിൽ ഇവിടെ നിർമ്മിച്ച ഈ സെന്ററിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹനീയമായ ഈ ചടങ്ങിൽ വെച്ച് അഭിവന്യ ബാബ തിരുമേനി ഉദ്ഘാടന കർമ്മവും ആശീർവാദ കർമ്മവും നിർവഹിച്ച് നാടിനും സഭയ്ക്കും സമൂഹത്തിനും പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം സമർപ്പിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സഭയെടുക്കുന്ന താല്പര്യത്തെ അഭിവന്യ ബാബ തിരുമേനിയും അധ്യക്ഷ പ്രസംഗത്തിൽ അഭിവന്യ തിരുമേനിയും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ 4ാമത്തെ കേന്ദ്രം എന്ന നിലയിൽ പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. മലങ്കര ഓർത്തഡോക്സ് സഭ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ദൈവസ്നേഹം ഭൂമിയിൽ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുവാൻ, മനുഷ്യ സ്നേഹത്തിലൂടെ അത് പകർന്നു കൊടുക്കുവാൻ നടത്തുന്ന നിസ്തുലമായ പ്രവർത്തനങ്ങളെ ഞങ്ങളെല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ രംഗത്തും ഇപ്പോൾ മാനസിക രോഗികളുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾ നമുക്ക് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പണ്ടൊക്കെയാണെങ്കിൽ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് സാമൂഹ്യ പ്രശ്നങ്ങളുടെ പിരിമുറുക്കവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം, ഏതെങ്കിലും കാരണങ്ങൾ എന്തായാലും വിവിധങ്ങളായ രോഗങ്ങൾ മനുഷ്യനിലേക്ക് ഇന്ന് കടന്നു വരുമ്പോൾ ഈ രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ആവശ്യമായിരിക്കുകയാണ്. ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ അടുത്ത് ഒരുപിടി ആളുകളാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ഇതെല്ലാം പൊതുവായി ചർച്ച ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല. എന്ത് ചെയ്യുമെന്നറിയാതെ
വിഷമത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ കടന്നു വരുന്ന ഒരുപിടി കുടുംബങ്ങളും സഹോദരി സഹോദരന്മാരെ നമുക്ക് വളരെ അടുത്ത് കാണുവാനിട വരാറുണ്ട്. പത്രത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ് സഭ ചെയ്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രസന്ന മാനസികാരോഗ്യ കേന്ദ്രം ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അധിപൻ എന്ന നിലയിൽ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ഇവിടെ ആശീർവാദ കർമ്മം നിർവഹിച്ച അഭിവന്യ ബാബ തിരുമേനിയോടും സഭാശ്രേഷ്ഠർ എല്ലാവരോടും ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള ഈ നാടിനുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ നന്ദി ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരമാവധി വേഗത്തിൽ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ സെന്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധങ്ങളായ ഭാവിയിൽ വരുന്ന ആവശ്യങ്ങളിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലുള്ള സെന്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് സമൂഹത്തിൻ്റെ സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും പൊതുജനങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്, നാട്ടുകാരും സമീപവാസികളും നൽകേണ്ടതായിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ ആത്മാർത്ഥമായ ഇടപെടലും സഹകരണവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം നല്ല നിലയിൽ നിലനിർത്തുവാനും പ്രശ്നങ്ങൾ പരിഹരിച്ച് തൃപ്തികരമായി പോകുവാനും കഴിയുകയുള്ളൂ. അത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രത്യേകം പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മുന്നോട്ടും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുവാൻ സഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ബന്ധം ഞാൻ കോട്ടയം ബെസലേസ് കോളേജിൽ പഠിക്കുവാൻ ചെന്ന സമയം മുതലാണ്. ഇപ്പോൾ കടുത്തുരുത്തിയിലെ വലിയൊരു സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾ, പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവരുടെ സത്യപ്രതിജ്ഞയും നടക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ മുഖ്യ അതിഥിയായിപ്പോയി. അപ്പോൾ അവർ കുട്ടികൾ ഈ സ്പീക്കർ, നിയമസഭാ നടപടികൾ എന്ന നിലയിലൊക്കെയെല്ലാം ക്രമീകരിച്ച് വളരെ വലിയ പ്രതീക്ഷയോടെ അവർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വരുമ്പോൾ ഞാനും ഒക്കെ പഠിച്ച കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ആ ചടങ്ങ്, അപ്പോൾ അവിടെ നമുക്ക് ഞാൻ ഈ ചടങ്ങുകാരൻ എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്, എനിക്ക് പോരണം. പക്ഷെ എനിക്ക് പോരാനും കഴിയുന്നില്ല. കുട്ടികളോട് ഞാൻ ഏറ്റുപോന്നാൽ അനാദരവാകും, അത് അവരുടെ മനസ്സിനെ തളർത്തിയാലോ എന്നുള്ള പ്രശ്നം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നു. ആ ചടങ്ങിൽ ഒന്ന് സത്യപ്രതിജ്ഞ നടത്തി ദേശീയഗാനം പാടി ഉടൻ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എങ്കിലും ആ ചടങ്ങിൽ ഞാൻ പറയുകയുണ്ടായി, ഞാൻ കോട്ടയം ബെസലേസ് കോളേജിൽ പഠിക്കാൻ ചെന്നതിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കും കോളേജ് യൂണിയന്റെ ചെയർമാനായും ഒക്കെ കടന്നു വരാനിടയായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. തീർച്ചയായിട്ടും അങ്ങനെ സഭയുമായി ബന്ധപ്പെട്ട് MGOസിസമിലും ഒക്കെ സഭക്കാരനല്ലാതെ ഒരു പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു MGOസിസം പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളത് ഞാൻ എന്നും പറയാറുണ്ട്. ആ നിലയിലുള്ള അപ്പോൾ എല്ലാവരും ഞാൻ MGOസിസമായപ്പോൾ ആ നിലയിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. അത് ഞാനായിട്ട് പിന്നെ ഒരു കുഴച്ചിലുണ്ടാക്കേണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അങ്ങനെ സഭയോടൊത്ത് വളരെ അടുത്ത് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ളതും ഒക്കെ ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലവും ഈ ചുറ്റുപാടുകളും എന്നുള്ളതുകൊണ്ട് തന്നെ വികസന രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള പരിശ്രമത്തിന് വേണ്ടി മുന്നോട്ട് വരുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഈ നാടിൻ്റെ ഒരു പവിത്രതയായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായും ആ സഹകരണം എപ്പോഴും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. നമുക്ക് ഇന്ന് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ പ്രസന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് ഇന്ന് ഇവിടെ ഈ കെട്ടിടം നമുക്ക് 14ാമത് സംരംഭമായ പ്രസന്ന മാനസികാരോഗ്യം സംരംഭം വരികയും ഈ കാരിക്കോട് മുളക്കളം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായ ഈ കാരിക്കോട് കരയിൽ ഇങ്ങനെ ഒരു സഭ നമുക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ മറ്റെങ്ങും കാണാത്ത വിധത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു മാനസികാരോഗ്യ പ്രസ്ഥാനം നമുക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ എല്ലാ ക്ഷേമങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് ജാതിമത ഭേദമില്ലാതെ ഇത് കൊണ്ടുപോയി നല്ലൊരു കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാം നടത്തുകയും ഇവിടെ കൊണ്ടുവന്ന് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാം എല്ലാം ഏറെ സന്തോഷത്തോടെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുകയും ഇതുപോലെ പ്രസന്ന മാനസികാരോഗ്യ കേന്ദ്രം കാരിക്കോട് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും മനോഹരമായി പണിതീർക്കുകയും എല്ലാം ചെയ്ത് ഇതിനുവേണ്ടി ധാരാളം പ്രയത്നങ്ങൾ
ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ കെട്ടിടം ഇത്രയേറെ മനോഹരമാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കല്ലിടിയിൽ കർമ്മം ബഹുമാനപ്പെട്ട സാറിനെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ മോൻസ് ജോസഫ് അവർകൾ ഇത് നിർവഹിച്ചതുമാണ്. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം അതിപ്പോഴാണ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്നത്. കാരണം 1998 കാലഘട്ടം മുതൽ ഇവിടെ നടക്കുന്ന ഈ ഹാളിൽ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം ഞാൻ പങ്കുകൊള്ളാറുണ്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ ഒരു 3 ദിവസത്തെ പ്രാർത്ഥനയും ഉണ്ടാവാറുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ വരാറുണ്ട്. അതിലെല്ലാം പങ്കെടുത്ത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ക്വാർട്ടേഴ്സിൽ നിന്നും ഈ സഭയുടെ ആളുകളെല്ലാം പോയതിനു ശേഷം ആളില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ അത് ഉണ്ടാവാറില്ല. അതിനുശേഷം അങ്ങനെ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെല്ലാം പങ്കെടുക്കുകയും പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെത്രാപ്പോലിസ് അഭിമന്യ തിരുമനസ് പറഞ്ഞു, സ്കറിയ ചേട്ടൻ ആ കാലഘട്ടത്തിലെല്ലാം വളരെ ഈ സെന്ററിന് വേണ്ടി പ്രയത്നിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഏലിയാസ് മരിച്ചു കഴിഞ്ഞിട്ട് ഈ 24-ാം തീയതി 2 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഇന്ന് ഈ 19-ാം തീയതി തന്നെ ഈ ജനോപകാരപ്രദമായ ഈ രീതിയിലുള്ള ഒരു സംരംഭം ഇവിടെ വരികയും ചെയ്ത് അദ്ദേഹവും സ്വർഗത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിരവധി സംരംഭങ്ങൾ നാടിന്റെ പല ഭാഗത്തായിട്ട്, അതായത് ഇന്ത്യ ഒട്ടാകെ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുകയും അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള ധനസഹായം നൽകുകയും നിർധനരായ രോഗികളെ സഹായിക്കുകയും എല്ലാം സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഭ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിലും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പറയുകയാണ്, ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഇപ്പൊ തന്നെ നമ്മളിവിടെ കണ്ടു 25 പേർക്ക് ചികിത്സാ സഹായം ചെയ്തു. വിവിധ ജാതിയിൽപ്പെട്ട വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകള് ജാതിയോ മതമോ വർണ്ണമോ കൊടിയോ നിറമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരേ മനസ്സോടെ കണ്ടുകൊണ്ട് അവർക്കെല്ലാം നിരവധി സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വരേണ്ടത് ഇന്ന് സമൂഹത്തിന് ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം പണ്ടുകാലത്ത് നമുക്ക് വീട്ടിൽ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കുകയും അവരെല്ലാം നോക്കാൻ പല രീതിയിലും ആളുകൾക്ക് മനസ്സുണ്ടാവുകയെല്ലാം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ നമ്മൾ അണുകുടുംബമാണ്. നമ്മൾ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടിപ്പോവുകയുമാണ്. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമാകുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ എന്നും പ്രശ്ന സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ കൂടി പോകുമ്പോൾ വളരെ പ്രതിസന്ധികൾ നമ്മൾ നേരിടുകയാണ്. അപ്പൊ അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. മനസ്സിന് നല്ല ആരോഗ്യം ഉണ്ടാകണം. അതിനെല്ലാം നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതികളും എല്ലാം ഉണ്ടാവേണ്ടതാണ്. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഒരു സമൂഹ പ്രതിബദ്ധതയും മറ്റുള്ളവരെ സഹായിക്കാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും എല്ലാം നമ്മൾ തന്നെ കുടുംബങ്ങളിൽ തന്നെ ആദ്യം അത് തുടങ്ങേണ്ടതാണ്. അതുപോലെ കലാലയങ്ങൾ അധ്യാപകർക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ തലമുറയുടെ പോക്ക് നമുക്കറിയാം. വളരെ വെല്ലുവിളികളിൽ നിറഞ്ഞ് കാരണം പല ചീത്ത കൂട്ടുകെട്ടുകളും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെയും ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹിക്കണം എന്നുള്ള ഒരു മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വളർത്താനും മാതാപിതാക്കളായ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് ഈ മാനസികാരോഗ്യത്തിന് ആശംസ തരാൻ സാധിക്കില്ല. കാരണം മനസ്സിന് ഒരിക്കലും അസുഖം വരരുതേ എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. മനസ്സിന് അസുഖം ബാധിച്ചാൽ നമുക്ക് ഇത് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനവുമാണ്. ഈ സ്ഥാപനം ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ പലർക്കും ഇതിന്റെ പ്രദേശവാസി എന്ന നിലയിൽ എനിക്കറിയാവുന്നതാണ്, പലർക്കും ഏറെ ഒരു ഭയമുണ്ടായിരുന്നു. ഇത് എന്ത് എങ്ങനെ എന്നായി തീരും എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ ഭയമുണ്ടായിരുന്നു. കാരണം മാനസിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെയധികം പേടിയോടെയാണ് മനുഷ്യൻ അതിനെ കാണുന്നത്. പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. എങ്കിലും അന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. കാരണം നമ്മുടെ ഇത്ര അടുത്തൊരു നല്ല സ്ഥാപനം വരുന്നത് നല്ലതാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ നല്ലതല്ലേ. കാരണം അശരണരും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുമായ നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരക്കാർക്ക് ഇതുപോലെ കരുതലിന്റെ കിരണമായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വരുന്നത് നല്ലതാണ്. വൈദിക ശ്രേഷ്ഠരായാലും എല്ലാം മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി കാണുന്നതിന് വേണ്ടി എല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ പാഠങ്ങളാണ് നമ്മൾക്ക് അവർ പഠിപ്പിച്ചു തരുന്നത് തന്നെ.
അപ്പോൾ അതുപോലെ ഇത്രയും അടുത്ത് ഇതുപോലെ ഒരു സ്ഥാപനം വരുന്നത് നല്ലതാണ് എന്നാണ് അന്നും ചിന്തിച്ചിരുന്നത്. ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം പണ്ട് നമ്മുടെ ബൈബിളിൽ പറഞ്ഞതുപോലെ ആരാണ് അയൽക്കാരൻ എന്ന് യേശുവിനോട് ഒരു മതപണ്ഡിതൻ ചോദിച്ചു. അതിന്റെ അർത്ഥവും നിർവചനവുമാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നല്ല സമരിയാക്കാരന്റെ ഉദാഹരണമായിരുന്നു. മുറിവേറ്റ അവസ്ഥനായി കിടന്ന നല്ല സമരിയാക്കാരൻ തന്റെ കഴുതപ്പുറത്ത് യാത്ര പുറപ്പെടുമ്പോൾ വഴിയരികിൽ മുറിവേറ്റ് അവശനായി കിടന്നയാളെ വണ്ടിയിൽ നിന്ന് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ കോരിയെടുത്ത് മുറിവുകൾ തുടച്ചു മാറ്റി അദ്ദേഹത്തിന് വെള്ളം കൊടുത്ത് അടുത്ത സത്രത്തിൽ കൊണ്ടയാക്കി എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ആ നല്ല സമരിയാക്കാരന്റെ കഥയാണ് യേശു ആ മതപണ്ഡിതനോട് അന്ന് പറഞ്ഞത്. അതിൽ ഇത്രയുമേ ഉള്ളൂ, നീയും അപ്രകാരം പോയി ചെയ്യുവിൻ എന്നാണ്. നമുക്ക് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണെങ്കിൽ വരെ ബൈബിളിലെ ഈ വാക്യം വളരെയധികം പ്രശസ്തമായ ഒന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒന്നുമാണ്. പക്ഷേ അത് നാമും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്. കാരണം ചെറിയ ചെറിയ സഹായങ്ങളാണ് വലിയ കരുതലായി പിന്നീട് ഇത് മാറുന്നത്. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നും വിവിധ ഇടവകകളിൽ നിന്നും ഈ പ്രദേശവാസിൽ നിന്നും എല്ലാവർക്കും വന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നും അതുപോലെ ഓർത്തഡോക്സ് സഭ ഈ ലോകം മുഴുവൻ പടർന്നു വന്തലിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവതിരുനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണ് 16. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച എൻ്റെ ഇവിടുത്തെ എല്ലാ വൈദികരെയും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. 1995 കാലഘട്ടത്തിൽ പ്രതീക്ഷ എന്ന സ്ഥാപനത്തിൽ തുടങ്ങി 14ാമത് സംരംഭമായ പ്രസന്നത്തിൽ എത്തി നിൽക്കുന്ന അഭിവന്ദ്യ തിരുമനസിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അവിടുത്തെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഇന്ന് 10-25 രോഗികൾക്ക് ചികിത്സാ സഹായധനം അർപ്പിച്ചതിലും എനിക്ക് അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നാം കാണുന്ന ഈ സമൂഹത്തിൽ തീർത്തും അവഗണിക്കപ്പെടുന്ന അശരണരും ആലംബഹീനരുമായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അഭിവന്ദ്യ തിരുമനസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഈ സംരംഭത്തിലേക്ക് ഞങ്ങളുടെ സംഘടനയെയും അതിനെ പ്രതിനിധീകരിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം, ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടതിൽ പറഞ്ഞ മാതിരി ഭയമല്ല എനിക്ക് തോന്നുന്നത്, വളരെയധികം ആദരവാണ് ഈ സഭയോട് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാനവസേവ. മാനവസേവ മാധവസേവ എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിനെ സേവിക്കണമെങ്കിൽ, ദൈവത്തിലേക്ക് നാം എത്തണമെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാനവനെ സേവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചു കൊണ്ടുപോകുന്ന ഈ സഭയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഇവിടെ തന്നെ പറയുകയുണ്ടായി, ഇത് 14ാമത്തെ കേന്ദ്രമാണ്. അതിനു മുമ്പ് 13 വൻ കേന്ദ്രങ്ങൾ ആരംഭിച്ച ശേഷമാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ 14ാമത്തേതായിട്ട് ഈ പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, മാനസിക രോഗികളെയും പ്രായമായവരെയും പരിപാലിക്കേണ്ട അവരുടെ പാലകർ, ഇങ്ങേറ്റ മക്കൾ വരെ എന്താണ് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും എയറോഡ്രോമുകളിലും വഴിയിലുമൊക്കെ ആക്കിയിട്ട്, അമ്പലങ്ങളിലും എല്ലാം കൊണ്ട് ആക്കിയിട്ട് തന്ത്രപൂർവ്വം മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ അശരണരെയും ആലംബഹീനരുമായ രോഗികളെ പരിപാലിക്കുക എന്നുള്ളത്
വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അക്കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് തന്നെ എന്ന് പറയാം മാനസിക രോഗികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള മാനസിക രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട എല്ലാ ആശ്രയങ്ങളും നൽകുന്നതിന് വേണ്ടി, അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇത്രയും നല്ല ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ആദ്യം പറഞ്ഞതുമാതിരിയുള്ള ദൈവത്തിലേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടായതിൽ എനിക്കും സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, അധികം പേരൊന്നും അറിയാതിരിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ കാരിക്കോട്. ഈ കാരിക്കോടിൻ്റെ പേര് ലോകം അങ്ങോളം ഇങ്ങോളം എത്തുമെന്നുള്ള കാര്യത്തിൽ ഈ സ്ഥാപനം പങ്കുവഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മറ്റ് ലക്ഷ്യത്തോടു കൂടിയ മേടിച്ച ഈ സ്ഥലം ഇങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മലങ്കര സഭയ്ക്കും ഈ കേന്ദ്രത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 14ാമത് സമ്മാനമായി നമുക്ക് കാരിക്കോട് ലഭിച്ചിരിക്കുന്ന മാനസിക ആരോഗ്യ കേന്ദ്രമാണ്. മാനസിക ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാം വിശദമായിട്ട് പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വേഗതയിൽ എല്ലാവർക്കും അസ്വസ്ഥതകളും ഇതുമൊക്കെ ഉണ്ടെങ്കിലും ഇനി അങ്ങനെയുള്ള രോഗികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം ഇവിടെ വിശദമായി പറഞ്ഞു. നമ്മുടെ കറിയാച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതിലെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ഓടി നടക്കുകയും ഇവിടുത്തെ അന്നത്തെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ഇവിടെയുള്ളവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, അതായത് രോഗികൾക്ക് മരുന്ന് കൊടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഫിലിപ്പിയേട്ടൻ്റെയൊക്കെ ആ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യുന്ന വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ നമ്മുടെ കല്ലുവെട്ടാമട ആയുർവേദ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 11 മണിയാകുമ്പോൾ അവിടെ പാവപ്പെട്ട രോഗികൾക്ക് ആഹാരം എത്തിക്കുന്ന വണ്ടി കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനങ്ങൾ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ഈ നാട്ടിൽ നിന്നല്ല, എവിടെ അന്വേഷിച്ചാലും തന്നെ വളരെ വിരളമായി മാത്രം കാണുന്ന. അപ്പോൾ അന്ന് അവിടെ രോഗികൾക്ക് ആഹാരമായി വരുന്ന ആ വാഹനത്തിലേക്ക് പത്രവും ഇത് വാങ്ങിക്കുവാൻ വരുന്ന പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാൻ ഈ മലങ്കര സഭ കാണിക്കുന്ന ഈ വലിയ മനസ്സ് ഈ നാട്ടിലും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുവാനും, അടുത്ത് തന്നെ നമ്മുടെ പെരുവയിൽ ഏതാണ്ട് 4 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് തോമസ് ചേട്ടൻ പറയുന്നത്. അവിടെയും വലിയ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെ നോക്കാനോ അല്ലെങ്കിൽ ആരോടും ഒരു പ്രതിബദ്ധത ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ അവനവന്റെ കാര്യം നോക്കി ജീവിച്ചു പോകുന്ന, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഈ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുവാൻ എനിക്കും എൻ്റെ സമുദായത്തിനുമൊക്കെ കഴിയും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാനോ ജൈവകാരുണ്യ പ്രവർത്തനം നടത്തിയെന്ന് പറയുവാനോ ഒരു അവസരം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള പ്രവർത്തനം കാരണം ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഇതുപോലെ മുഴുവൻ പേർക്കും വിദ്യ അഭ്യസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. ഭൗതിക സാഹചര്യങ്ങളും എല്ലാം അവരുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം ഈ നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പോലും എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം, തോമസ് ചേട്ടൻ്റെയൊക്കെ ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും ജനങ്ങൾക്ക് അവിടെ ആഹാരം വൈകുന്നേരം 3 മണിയാകുമ്പോൾ രോഗികളെല്ലാം ക്യൂ ആയി നിന്ന് അവരുടെ ആശ്രിതർ ക്യൂ ആയി നിന്ന് വാങ്ങിക്കുന്ന ആ അവസ്ഥ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭ ഇവിടെ കാണിച്ചിരിക്കുന്ന, ഇന്ന് ഇവിടെ കാണിച്ച ഇത്രയും 25 ക്യാൻസർ രോഗികൾ ഇവിടെ വന്ന് വാങ്ങിച്ചു പോയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികൾ എണ്ണം കൂടിക്കൂടി വരുന്ന കാലഘട്ടമാണ്. കാരണം മനുഷ്യന്റെ ആഹാരത്തിൽ മുഴുവൻ വിഷാംശത്തിന്റെ ഫലമായി, പണ്ടൊക്കെ നമ്മൾ കോഴിയിറച്ചി വാങ്ങിക്കുക എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇറച്ചിക്കോഴി വാങ്ങിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോൾ രോഗികളുടെ എണ്ണവും മനുഷ്യരുടെ മാനസികാവസ്ഥയും ഒക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിയ അവരുടെ ആ സന്തോഷം, അവർക്ക് രോഗം വന്നുപോയി എന്നുള്ള ഒരു
ദൈവാധീനക്കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ പ്രദേശത്തുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഈ സ്ഥാപനം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് വേറുള്ള ആൾക്കാർക്കും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉള്ള മനസ്സിൽ അറിവുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച ഇവിടുത്തെ സംഘാടകരോട് വളരെയേറെ നന്ദിയും കൃതജ്ഞയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ ഒരു സായങ്കാലം. ഈ സമ്മേളനം മനോഹരമാക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പുണ്യ പിതാവായിരിക്കുന്നതായ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനസിൻ്റെ ഓർമ്മ ദിവസം തന്നെ ഇത് നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ളതായ ഈ ജനങ്ങളുടെ സഹകരണവും ശ്രേഷ്ഠമായ സ്ഥാപനം കണ്ട് ഭാഗ്യസ്മരണാർഹനായ തിരുമേനി സ്വർഗത്തിലിരുന്ന് സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്നത് സൂര്യൻ തൻ്റെ പ്രകാശകിരണങ്ങളിലൂടെ നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതായ ഈ ശുഭമുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ധന്യമായ സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നള്ളി ഈ സ്ഥാപനത്തിൻ്റെ കുദാശ തൻ്റെ പുണ്യമായ കൈകൾ കൊണ്ട് നിർവഹിക്കുകയും തുടർന്നുള്ളതായ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും ഈ സ്ഥാപനം ഭാഗ്യസന്മാർഹനായ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ സ്മരണയ്ക്കായിട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 25 ക്യാൻസർ രോഗികൾക്ക് 25,000 രൂപ വീതമാണ് ഓരോരുത്തർക്കും ഈ സമയത്ത് ഇവിടെ വിതരണം ചെയ്തത്. പരിശുദ്ധ ബാബാ തിരുമനസ്സിൻ്റെതായ ആ സാന്നിധ്യം നമ്മുടെ ഈ സമ്മേളനത്തെ ഏറ്റവും മികവുറ്റതാക്കി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. വിശുദ്ധ ബാബാ തിരുമനസ്സിന് 5 മണിയൊക്കെ കോട്ടയത്ത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു മീറ്റിംഗ് പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ബാബാ തിരുമനസ് നേരത്തെ പോയത്. നമ്മുടെ ആ പരിശുദ്ധ പിതാവിന് ഇവിടെ എല്ലാവരുടെയും നാമത്തിലുള്ളതായ കൃതജ്ഞത തൃപ്പാദത്തെങ്കിൽ ഈ സമയത്ത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ തിരുമനസ് ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഇതിനെ തുടർന്നുള്ളതായ മറ്റ് 13 സ്ഥാപനങ്ങളുടെയും കാര്യദർശിയും തിരുമനസിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളതായ ചിന്തകളും വലിയ ദർശനങ്ങളുമാണ് ഇപ്രകാരം രൂപപ്പെട്ടു വരാനായിട്ട് കാരണമായിരിക്കുന്നത്. തൻ്റെ മുൻഗാമിയുടെ പേര് ശാശ്വതമാക്കുവാൻ തക്കവണ്ണമുള്ളതായ തപസ്യയിലൂടെയുള്ളതായ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾക്ക് തിരുമേനിയുടെ വളരെ ഹൃദയ വിശാലതയോടുകൂടിയുള്ളതായ പാവപ്പെട്ടതായ ദുരിതമനുഭവിക്കുന്നവരുടേതായ ദുഃഖങ്ങൾ തിരിച്ചറിയുവാനുള്ളതായ ഒരു മനസ്സാണ്. വേദോസ്തോത്രത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏലിയാ ദീർഘദർശിയുടെ ശിഷ്യനായ എലീശ പുറകെ ചെന്ന് വിട്ടുകൂടാതെ പുറകെ കൂടി കഴിഞ്ഞപ്പോൾ ആ പുതപ്പ് സ്വീകരിച്ച് ഏലിയായുടെ ഇരട്ടി ശക്തിയോടുകൂടിയാണ് എലീശ മടങ്ങിപ്പോരുന്നു പ്രവർത്തിക്കുന്നത്. ഭാഗ്യസ്വർണാർഹനായ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ശിഷ്യനായി തന്നെ ഇരുന്നതായ അഭിമന്യനായ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയെ കുറിച്ച് പറയുമ്പോഴും അപ്രകാരം തന്നെ ഗുരുവിൻ്റെതായ അല്ലെങ്കിൽ തൻ്റെ മുൻഗാമിയുടേതായ ഇരട്ടി ശക്തിയോടുകൂടി തന്നെയും ചൈതന്യത്തോടും കൂടി ചെയ്യുന്നതായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. തിരുമേനി മാറിയിരുന്ന് വെറുതെ ഇരുന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണമെന്ന് ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്, കൂടെ നിന്നുകൊണ്ട് ചെയ്യുകയാണ്, മുൻപേ നടന്ന് വഴികാട്ടുകയാണ് ചെയ്യുന്നത്. പുറകെ മാറി നിന്നുകൊണ്ട് നിങ്ങളങ്ങ് പൊയ്ക്കോ എന്ന് പറയുകയല്ല, മുൻപേ നടന്നുകൊണ്ട് എൻ്റെ പിന്നാലെ പോരെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ഒരു സാന്നിധ്യം അത് ആർക്കും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല, നിങ്ങൾക്ക് ആർക്കും വിസ്മരിക്കുവാനായിട്ട് സാധ്യതയില്ല. ഇവിടെ കൂടി വന്ന ജനങ്ങളും സഭാമക്കൾക്കും പ്രദേശത്തുള്ള എല്ലാവർക്കും ആ ഒരു സാന്നിധ്യം എപ്പോഴും പ്രചോദനമാണ്, അനുഗ്രഹമാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. അത് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവിടുത്തെ തൃപ്പാദത്തെങ്കിൽ എല്ലാവരുടെയും നാമത്തിലുള്ള കൃതജ്ഞത ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്നതായ സാന്നിധ്യം കൂടെ നമ്മളെ അനുഗ്രഹിച്ചതായ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായും കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂളുകളുടെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജരായിരിക്കുന്ന അഭിമന്യനായ മാത്യൂസ് മാർ തേവോദ്യോസിയോസ് തിരുമനസ്സുകൊണ്ട് തിരുമനസ്സ് ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. പക്കോമിയോസ് തിരുമേനിയുടെ ഓർപ്പെരുന്നാളെ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടെ വരികയും ചെയ്തു. അഭിമന്യ തിരുമനസ്സിനും ബാബാ തിരുമനസ്സിൻ്റെ ഒപ്പം തന്നെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് പോയത്. തിരുമനസ്സിനോട് ആ കാര്യം പറയും. പ്രത്യേകം
പോകുന്നതിൽ ക്ഷമാപണം പറയുകയും ചെയ്തുകൊണ്ടാണ് തിരുമനസ് പോയത്. ഒക്കോമേസ് തിരുമേനിയുടെ വാത്സല്യ ശിഷ്യനുമായിരുന്നു. കാരണം ബഥനി ആശ്രമത്തിൻ്റെ വിസിറ്റർ ബിഷപ്പായിരുന്നു ഒക്കോമേസ് തിരുമേനി. തെവോദ്യോസ് തിരുമേനി അവിടുത്തെ അംഗമായിരുന്നു. ആ തെവോദ്യോസ് തിരുമേനി ഈ സമയത്ത് എന്നോട് കടന്നു വരുന്നത് ഒരു ദൈവ അനുഗ്രഹമായിട്ടും ഭാഗ്യമായിട്ടും കരുതുന്ന തിരുമേനി പ്രത്യേകം പറയുകയുണ്ടായി. അഭ്യുന്ന തിരുമനസിനുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് വിതയ്ക്കുന്ന അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. കടുത്തുരുത്തിയുടെ MLA മോൻസ് ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണുമ്പോഴെല്ലാം എപ്പോഴും സുസ്മേരവദനായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി സമീപിക്കുകയും അതുപോലെ സംസാരിക്കുകയും കടുത്തുരുത്തിയുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ട് മന്ത്രിയായിരുന്ന കാലത്തും ഇപ്പോൾ MLA ആയിരിക്കുന്ന സമയത്തും ഈ കടുത്തുരുത്തി വികസിക്കാവുന്ന രീതിയിലെല്ലാം ഈ മേഖലയിൽപ്പെട്ടതെല്ലാം വികസിപ്പിക്കാൻ തക്കവണ്ണം ഏത് പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാകുന്ന ആദ്യം റോഡുകളിലൂടെയാണ്. പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ പോയപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊന്നും റോഡൊന്നും പച്ച പിടിച്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോഴേക്കും ഇവിടെ മനോഹരമായ റോഡ്. വളരെ ആദരവ് തോന്നി ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്ര അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്നതായ ഈ നാടിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഇവിടെ എത്തിച്ചേർന്നു. ഇതിൻ്റെ ശിലാസ്ഥാപന സമയത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം വീണ്ടും ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് എല്ലാവരുടെ സമയത്ത് സമർപ്പിക്കുകയാണ്. നമ്മുടെ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി സുജാത സുമോൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിൻ്റെ നായികയാണ്, നയിക്കുന്നവളാണ്. തൻ്റെ പഞ്ചായത്തിൽ വന്നതായി സ്ഥാപനം കൂടുതൽ വികസിക്കുവാനും അത് കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി സുജാത സുമോൻ്റെ ഈ സാന്നിധ്യവും ഉണ്ടാകും. തുടർന്ന് എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വരികയും ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും സന്ദേശം നൽകുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തതായ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി സുജാത സുമോനുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ശ്രീമതി കലാമങ്ങാട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും എന്തോ വ്യക്തിപരമായ അസൗകര്യം വന്നുകൊണ്ടാണ് വരാതിരുന്നത്. എങ്കിലും അവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ശ്രീമതി ജാൻസി മാത്യു, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇതിൻ്റെ ഏറ്റവും അടുത്ത സമീപവാസിയും കൂടിയാണ്. ഇതിൻ്റെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീമതി ജാൻസി മാത്യുവിനുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. മുളക്കുളം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറായിരിക്കുന്ന സിനി ജെയിനിൻ്റെ വാർഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ കരുതലും ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകം നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആശംസകൾ അർപ്പിക്കുക എന്ന് വന്ന ബഹുമാനപ്പെട്ട AS സുകുമാരൻ കരിക്കോട് NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റായിരിക്കുകയാണ്. മതചിന്തകൾക്ക് അതീതമായിട്ട് കടന്നു വരികയും മനുഷ്യ സമൂഹത്തെ എല്ലാം ഒന്നായിട്ട് കാണുവാൻ തക്കവണ്ണം വസുധൈവ കുടുംബകം എന്നുള്ള ആ ചിന്തയിലൂടെ തന്നെയും ഇവിടെ കടന്നു വരികയും നല്ലൊരു ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങൾ തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി ഈ സമയത്ത് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കരിക്കോട് SNDP ശാഖയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ PS ഷാജി, അദ്ദേഹവും ഇവിടെ കടന്നു പോകുന്നു. നല്ലൊരു സന്ദേശമാണ് നൽകിയത്. SNDP വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. SNDPയുടെയും അതുപോലെ NSS കരയോഗത്തിൻ്റെ എല്ലാം സഹകരണവും അവരുടേതായ എല്ലാ രീതിയിലുള്ള സഹായം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ നാട്ടിലൊരു സ്ഥാപനം നടന്നു പോകുമ്പോൾ ഈ നാട്ടുകാരുടേതായ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ശ്രീ PS ഷാജിയോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് മറ്റ് പലർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുവാനുണ്ട്. ഈ സ്ഥാപനം തുടങ്ങിയതായ ആരംഭിക്കുന്നതായ അഭ്യന്തരനായ കോവിസ് തിരുമേനി ഈ സ്ഥലം വാങ്ങിക്കുന്നതായ കാലം മുതൽക്ക് തന്നെ സ്കറിയാച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. വീണ്ടും അത് കഥയ്ക്കുന്ന പറയുന്ന ആളെന്ന നിലയിൽ അത് വിട്ടുകളയാനായിട്ട് സാധിക്കുകയില്ല. സ്കറിയാച്ചേട്ടൻ്റെ സ്മരണകൾ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ദൈവസന്നിധിയിലാണെങ്കിൽ തന്നെയും മുകളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറയും നന്ദി അറിയുകയും ചെയ്തു. അതുപോലെ തന്നെ ഏരിയാസ് ഡോക്ടറും അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ സകല പ്രവർത്തനങ്ങൾക്ക് ബ്യൂറോയുടെ നേതൃത്വം നൽകി പോകുന്നതാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നപ്പോൾ പെരുമ്പടവത്ത് ബഹുമാനപ്പെട്ട പോത്തറയിൽ കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആണ് നടത്തിയിരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ കുര്യാക്കോസ് അച്ഛനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മാത്യു കുട്ടൻ സാറും അതിൽ വന്ന് സംബന്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ ഇല്ല. കടനാട് ഭദ്രാസനത്തിലുള്ളതായ സൺഡേ സ്കൂളിലെ മുളക്കുളം ഡിസ്ട്രിക്റ്റിൻ്റെ
ഇൻസ്പെക്ടർ കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. അദ്ദേഹത്തോളം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പോത്താറിൽ കുര്യാക്കോസ് അച്ഛനുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും അച്ഛൻ മിക്കവാറും നാട് ഇവിടെയാണെങ്കിൽ തന്നെയും താമസം മുഴുവൻ കോലഞ്ചേരിയിലും വടവൂടാണെങ്കിൽ തന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴും പറയും കാരിക്കോളിന് പോകാമെന്ന് പറഞ്ഞ് എപ്പോഴും പോരുന്ന കാണാം. എന്തായാലും അച്ഛൻ്റെ സാന്നിധ്യവും ഇവിടെ അനുഗ്രഹമായിരുന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കല്ല അദ്ദേഹത്തുള്ള നന്ദി പ്രത്യേകമായിട്ട് പറയാതിരിക്കുക നിർവാഹമില്ല നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സ്ഥാപനം ഈ മനോഹരമായിട്ട് പണിയാൻ തക്കവണ്ണം അതിൻ്റെ രൂപരേഖ ആവശ്യമാണ്. രൂപരേഖ തയ്യാറാക്കിയതായ ആർക്കിടെക്റ്റ് ശ്രീമതി മറിയാമ്മയുള്ള നന്ദി അറിയിക്കുന്നു. രൂപരേഖയ്ക്ക് അനുസൃതമായ രീതിയിൽ ഇത് പണിയുവാൻ തക്കവണ്ണം പരിശ്രമിച്ചതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട തോമസേട്ടനായിരുന്നു. മാന്താനത്തെ തോമസേട്ടനുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെതായ അധികൃതരായിട്ടുള്ള എല്ലാവരോടും അതുപോലെ ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രവർത്തകരുള്ള നന്ദി അറിയിക്കുന്നു. വെള്ളൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉദ്ഘാടന സമയത്തെല്ലാം അവിടെ പോയി ക്ഷണിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടേതായ എല്ലാ സഹകരണവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വേവള്ളൂർ പോലീസ് സ്റ്റേഷനിലുള്ളതായ സബ് ഇൻസ്പെക്ടറോട് അവിടെയുള്ളതായ മറ്റ് പോലീസ് ഓഫീസേഴ്സിനോട് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ സമ്മേളനത്തിൽ ഇത് ഭംഗിയാക്കുവാൻ തക്കവണ്ണം ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയതായ സൂസി സൗണ്ടിലെ ഐസക് ആൻഡ് മനോഹരൻ അവരുള്ള നന്ദി അറിയിക്കുന്നു. സ്റ്റേജ് മനോഹരമാക്കിയതായ പന്തൽ മനോഹരമാക്കിയ പുത്തമ്പരയ്ക്കൽ ദാസിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മിച്ചതായ കോൺട്രാക്ടർമാർ രണ്ടുപേരുണ്ടായിരുന്നു, ഷാജി അവരോടുള്ളതായ നന്ദിയും ഇവിടെ അധ്വാനിച്ചായ മറ്റ് ജോലിക്കാർ പണിക്കാരൻ പേരുണ്ട്. ഇതിൻ്റെ മേസൻ പണിക്കാരുണ്ട്, കല്ല് പണിക്കാരുണ്ട്, വാർക്ക പണിക്കാരുണ്ട്, പ്ലംബിംഗ് വർക്ക് ചെയ്തവരുണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തവരുണ്ട്. അങ്ങനെ നിരവധി പേർ എടുത്ത് പറയാൻ പറ്റുന്നതും വിട്ടുപോയത് അനേകം പേരുണ്ട്. എല്ലാവരോടും ഇതിങ്ങനെ ഈ സൗധം ഇപ്രകാരം മനോഹരമാക്കുവാൻ അനേകം പേരുടെ മാസങ്ങളോളമുള്ളതായ കഠിനാധ്വാനമുണ്ട്. അവരുടെ എല്ലാം വിയർപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെയുള്ളതായ നന്ദി വളരെ വലുതാണ്. അത് മറന്നു പോകുന്നില്ല, പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെതായ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. ഫെഡറൽ ബാങ്ക് പെരുവ ശാഖയുടേതായ മാനേജരോടും അതിൻ്റെ എല്ലാ പുറത്തുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം HNLൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനം HNL ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇത് ആരംഭിച്ചതെങ്കിൽ തന്നെയും ഈ പ്രദേശത്തിൻ്റെ ഒരു സ്ഥാപനമായി തീരുകയും അതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറമായിട്ട് രോഗികൾ വരുമ്പോൾ ഭാരതം മുഴുവനുള്ളവരെയും കരുതത്തക്ക രീതിയിലുള്ളതാണ് ഈ സ്ഥാപനം വളർന്നു വരുവാൻ തക്കവണ്ണം പ്രതീക്ഷിക്കുന്നു. എങ്കിൽ തന്നെയും HNLൻ്റെ ജോലിക്കാരെയും പ്രവർത്തകരെയും പ്രത്യേകിച്ച് അതിൻ്റെ ജനറൽ മാനേജരെയും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സാന്നിധ്യം കൊണ്ടുവന്ന് അനുഗ്രഹിച്ചതായ ബഹുമാനരായ വൈദികരെ അവരെ ആദ്യം തന്നെ പറയേണ്ടതാണ്. എങ്കിൽ തന്നെയും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, എല്ലാ പ്രസ്ഥാനങ്ങളിലെയും അത് ശ്രേഷ്ഠമാക്കി തീർത്ത് തിരുമേനി എപ്പോഴും പറയുന്നത് എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവുമാണ് എൻ്റെ വൈദികർ എന്നാണ് തിരുമേനി എപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നത് ഈ വൈദിക ശ്രേഷ്ഠരുടെ സ്നേഹവും അവരുടെ കരുതലും അവരെവിടെയെല്ലാം പോയാലും ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയും, ഓരോരുത്തരെയും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. വൈദിക ശ്രേഷ്ഠരുടെ നന്ദി വളരെ വലുതാണ്. ഉദരാസനത്തിലുള്ളതും ഉദരാസനത്തിന് വെളിയിലുള്ളതായ വൈദിക ശ്രേഷ്ഠരുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടറാട് ഈസ്റ്റ് ഉദരാസന സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം കാരാമേൽ അച്ഛനുണ്ട്. അതുപോലുള്ള പല വൈദിക ശ്രേഷ്ഠരോട് വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 2 കോൺവെന്റിലെ സിസ്റ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് കിഴക്കമ്പലം ബേത്തലഹേം ദേറായിലെ സിസ്റ്റേഴ്സ്. ദീക്ഷാഭവൻ എന്ന് പറയുമ്പോൾ ബേത്തലഹേമിലെ സിസ്റ്റേഴ്സിനാണ്. കാരണം പ്രതീക്ഷ ഇങ്ങനെ പോകുന്നത് അവരുള്ളത് കൊണ്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ സ്ഥാപനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കണ്ടറാട് ഉദരാസനത്തിനല്ല ബേത്തലഹേം ദേറയുടെ ആളോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ആ രീതിയിലായിരുന്നു അവരുടെ ശുശ്രൂഷ. അവരുള്ള നന്ദി വളരെ വലുതാണ്. അവരോട് വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ കൊഴിമല സെൻറ് മേരീസ് കോൺവെന്റിലെ സഹോദരിമാരും അവരുള്ള നന്ദി വളരെ വലുതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സജീവമായ സാന്നിധ്യം ഇല്ലെങ്കിൽ തന്നെയും അവരുടെ പ്രാർത്ഥന, അതുപോലെ മറ്റു രീതിയിലുള്ള സഹകാരങ്ങൾ എപ്പോഴും ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും കൈത്താങ്ങലായിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും എപ്പോഴും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് ഭംഗിയായിട്ട് പോകാൻ തൊക്കെ വളരെ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അതാണ് അവരുടെ ഈ സാന്നിധ്യം. അവർ ഒത്തിരി ദൂരെ നിന്ന് തിരുവല്ലയിൽ ഓതറയിൽ നിന്ന് ഇവിടെ യാത്ര ചെയ്ത് വന്ന് ചേർന്നത്. അവരുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് പ്രിയ സഹോദരിമാരോട് നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം
മനോഹരമായി തീരുവാൻ തക്കവണ്ണം അനേകരുടെ പ്രയത്നമുണ്ട്. ഒത്തിരി പേര് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് രാഗവരില്ലാതെ കുറേ ദിവസമായിട്ട് വളരെ പേർ അധ്വാനിച്ചു. എല്ലാവരുടെയും പേര് പറഞ്ഞു വരുമ്പോൾ ചിലർ വിട്ടുപോയെങ്കിലും ചുരുക്കം ചിലരുടെ പേര് ഒന്ന് പ്രത്യേകമായിട്ട് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അവരുടെ പേര് പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ, അതുപോലെ ശ്രീ മാന്താനത്തേമ്പം തോമസ്, ജോയ് എന്നിവർ ഇതിൻ്റെ ഇൻവിറ്റേഷനും നോട്ടീസും എല്ലാം തയ്യാറാക്കുന്ന രീതിയിൽ അതിനുവേണ്ടി വളരെ പ്രയത്നിച്ചു. അവരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ തൊക്കെ അധ്വാനിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ പോത്താറയിൽ കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ പ്രിയാഘോസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളതായ കമ്മിറ്റിയാണ്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട VM പൗലോസ് അച്ഛൻ ഉണ്ട്. അച്ഛനോടും ലിജോ ജോൺ, ബൈജു, എൽദോസ് പുള്ളോർമഠം, സാബു, സണ്ണി തെക്കേക്കര എന്നിവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് സ്റ്റേജിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് ബഹുമാനപ്പെട്ട കുര്യൻ ചെറിയാൻ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളതായ അനേകം പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട CC റോയ്, ഡെന്നീസ് പെരുമ്പടം, പ്രൊഫസർ മാത്യൂസ് പെരുമ്പടം എന്നിവരും, തുടർന്ന് തോമസ് ചെറിയാൻ, വർഗീസ് കരിപ്പാടം, ഐസക് പുത്തൂരാൻ, കുറ്റിക്കേരിൽ ശ്രീ ബാബു, TV രാജു, പ്രിൻസ് ജിബിൻ, അഖിൽ, ഇവരുടെ എല്ലാം പേര് ഞാൻ പറഞ്ഞവരുടെ പേര് പ്രത്യേകം എടുത്തു പറയാതിരിക്കുന്ന വൃത്തിയില്ല. കാരണം അവരിതിനു വേണ്ടിയിട്ട് വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. അവരുടെ പരിശ്രമമാണ് ഈ സമ്മേളനം ഇത് മനോഹരമായി തീരുമാനമായിട്ട് ഇടയാക്കിയതെന്ന് സ്മരിക്കുകയാണ്. അവരോടൊപ്പം തന്നെ പേര് പറയാത്തതായ അനേകം പേരുടെ സഹകരണവും സാന്നിധ്യവും അധ്വാനവും, അത് കഠിനാധ്വാനം തന്നെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെല്ലാം ഈ സമയത്ത് പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ എല്ലാ അധ്വാനത്തിന് ദൈവം തമ്പുരാൻ ഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും ഉള്ള ആരും പോകരുത്. വന്നു ചേർന്നിട്ട് എല്ലാവർക്കും ഒരു റിഫ്രഷ്മെന്റ് കരുതിയിട്ടുണ്ട് തിരുമനസിന്റെ. അതുപോലെ ഇത് എല്ലായിടത്തും എത്തിക്കുന്നത് നമ്മുടെ ഗ്രിഗോറിയൻ TV ചാനലിലാണ്. രാവിലെ മുതൽ അവരുണ്ട്. ഇന്നലെ മുതൽ അഭ്യുന്നത തിരുമനസിൻ്റെ ഓർമ്മ പെരുന്നാൾ ഇന്നലെ മുതൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ മുതൽ അവർ മുളക്കുളം ഏരിയയിലുണ്ട്. കുന്നേപ്പള്ളിയിലെ ഇന്നലത്തെ സന്ധ്യാനമസ്കാരം, ഇന്ന് രാവിലെയുള്ള വിശുദ്ധ കുർബാനയെ തുടർന്ന് ഈ സമ്മേളന പരിപാടിയെല്ലാം മനോഹരമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ കുറച്ച് പേരെ ഉള്ളെങ്കിൽ തന്നെയും ഇവിടെ കൂടിയിരിക്കാത്തതായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇത് നേരിട്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാക്കി തീർത്തത് ഗ്രിഗോറിയൻ TV ചാനലാണ്. അവരുള്ളതായ പ്രത്യേകം നന്ദി, സന്തോഷവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം മാധ്യമ പ്രവർത്തകർ ഇതിൻ്റെ വാർത്തകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരോടുള്ളതായ നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാവരോടും നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കും. സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ. നസറായനമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വ നൂറ്റാണ്ടുകൾ. നസറായനമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വ നൂറ്റാണ്ടുകൾ. കൈമറിഞ്ഞെത്തി ഈ വന്യ പിതാവില ദീപം കൊളുത്തിനി ആയിരമായി, ദീപം കൊളുത്തിനി ആയിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകത്വത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും ആവാസവും നാം എല്ലാവരോടും ഇപ്പോഴും നീക്കുണ്ടായിരിക്കട്ടെ.